യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് നിങ്ങളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. വേറെങ്ങുമല്ല, നമ്മുടെ ബാലരാമപുരം കുഴുപ്പളത്തെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ സത്യത്തിൽ എസ്റ്റാബ്ലിഷ് ആയത് 1972 മുതലാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു 2-3 ചെടികൾ വാങ്ങാൻ വന്നതാണ്. പക്ഷേ ഇവിടെ ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാം ഉണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഉള്ളിലേക്ക് പോയാലേ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ കമോൺ. ഫസ്റ്റ് ഞാൻ വന്നത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനിലേക്കാണ്. എൻട്രൻസിൽ തന്നെയാണ് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷൻ ഉള്ളത്. ഒരുപാട് വെറൈറ്റി ചെടികൾ ഇവിടെ ഉണ്ട്. ചെറുതും വലുതും ഒക്കെ ആയിട്ട് നമുക്ക് ടേബിളിൽ വെക്കാനും അതേപോലെ തന്നെ അത് മാത്രമല്ല നമുക്ക് റൂമിൻ്റെ സൈഡിലൊക്കെ വെക്കാനും ഒക്കെ പറ്റിയ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ലക്കി പ്ലാന്റ് ആണ്. ഇത് സത്യം അവർ തണ്ട് എൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ റേറ്റ് ഒക്കെ ഇടുന്നത്. ഒരുപാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ചെടിയൊക്കെ മേടിക്കാനാണ് വന്നത്. പക്ഷേ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വളരെ രസമായിട്ടുള്ള ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻഡോർ ആന്തൂറിയം, ഓർക്കിഡ്, അങ്ങനെ വെറൈറ്റീസ് ഓഫ് ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ കുറേ ചേച്ചിമാരുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമ്മൾ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ തന്നെ വന്ന് നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ എടുത്ത് തരുകയൊക്കെ ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളായിരുന്നു എല്ലാം. ഒറ്റ വാടിയതോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പല വെറൈറ്റി ഉണ്ടായിരുന്നു. ആ കാണുന്ന ചേച്ചിയൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തായിരുന്നു ചെടികൾ എടുക്കാൻ വേണ്ടിയിട്ട്. യൂഫോർബിയ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് മാത്രമല്ല, ഇതിന് മുകളിലേക്കായിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ അവർ ഒരുപാട് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കി കാണാൻ മാത്രമല്ല, ഒരുപാട് മണിക്കൂറുകൾ അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള കാഴ്ചകൾ സത്യത്തിൽ നമുക്ക് അവിടെ തന്നെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ഞാനിനി താഴത്തെ സെക്ഷൻ കഴിഞ്ഞ് ഇനി അടുത്ത മുകളിലത്തെ സെക്ഷനിലേക്ക് പോവാണ്. ഇത് ഇവിടുത്തെ പോലെ തന്നെ ഇഷ്ടംപോലെ ഇൻഡോർ പ്ലാന്റ്സ് മുകളിലേക്ക് അവർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ വഴിയുടെ 2 സൈഡിലായിട്ട് ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്കിവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് തോന്നിയതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ചെറിയ ഒരു പൈസയെ തന്നെയാണ് എല്ലാത്തിൻ്റെയും വില വളരെ കുറവാണ്. നമ്മളൊരു കുറച്ച് പൈസയും കൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് വീട്ടിലേക്ക് ചെടികൾ കൊണ്ടുപോകാം. അത് കഴിഞ്ഞ് ഞാൻ ഇൻഡോർ കഴിഞ്ഞിട്ട് അടുത്ത ഔട്ട്ഡോറിലേക്ക് ഇറങ്ങി. ഇവിടെ ഞാൻ കുറച്ച് ബാമ്പു നോക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ ബാമ്പു മാത്രമല്ല, അപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് പല വെറൈറ്റി തെങ്ങിൻ്റെയൊക്കെ പല വെറൈറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ചെന്ന് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ബോഗൺവില്ലയാണ് ആദ്യം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്.
പല പല കളറുണ്ട്. എല്ലാം ചെറിയ ചെറിയ ചട്ടികളിലേക്ക് ആക്കി ഇങ്ങനെ നിർത്തിയേക്കാണ്. അത് മാത്രമല്ല അതിൻ്റെ സൈഡിലേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു കുളമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് താമരയ്ക്കൊക്കെ വേണ്ടിയിട്ട്. മുകളിലേക്ക് നോക്കി അറിയാം അവിടെ ഒരു ലാൻഡ്സ്കേപ്പ് പോലെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇഷ്ടം പോലെ പല വെറൈറ്റി ഒരു പുല്ല് പോലെ അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങ് ഉള്ളിലേക്കാണ് ബാമ്പൂവിൻ്റെ സെക്ഷനെല്ലാം. ബാമ്പുവും പലതരത്തിലുള്ള തെങ്ങൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഉള്ളിലേക്ക് പോയാൽ ആ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നാലേ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അടുത്ത് ബാംബു സെക്ഷനെല്ലാം കഴിഞ്ഞു. പിന്നെ തെങ്ങിൻ തൈകളായിരുന്നു അവിടെ നിറയെ ഉണ്ടായിരുന്നത്. തെങ്ങിൻ തൈ ഒരുപാട് വെറൈറ്റി, ഒരുപാട് സ്പീഷീസ് തെങ്ങിൻ തൈ അവിടെ കാണാൻ പറ്റി. ഗംഗാബോണ്ടം, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. നമുക്കിപ്പോൾ വീടുകളിലായാലും ശരി പ്ലാന്റേഷൻസിലായാലും ശരി കൊണ്ടുവച്ച് കൊടുക്കാൻ പറ്റിയ നല്ല തൈകൾ തന്നെയാണ് അവിടെ ഉള്ളത്. നമ്മൾ വേണ്ടത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് നമുക്ക് ഇതെടുത്തുകൊണ്ട് അവിടെ നമുക്ക് കൊണ്ട് തരുന്നതാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത മുകളിലത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ എത്രയാണ് പ്ലാന്റേഷൻ ഉള്ളത്. ഇനി ഇതിന് പുറത്തേട്ട് പൂച്ചെടികളൊക്കെയാണ് ഉള്ളത്. ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവർക്കുള്ള വെറൈറ്റീസാണ് ഇനി അങ്ങോട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെല്ലാം നോക്കാം. ഓക്കെ, അടുത്തത് ഇവിടുന്ന് നമ്മൾ പോട്ടിൻ്റെ സെക്ഷനിലേക്കാണ് പോണത്. ഇവിടെ വളരെ ഒരുപാട് വെറൈറ്റി പോട്ട്സ് ഉണ്ട്. ചെറുതും വലുതും പല കളറിലുള്ളതും പല സൈസിലുള്ളതൊക്കെ ഉണ്ട്. ഞാൻ സത്യം പുറത്തുനിന്ന് മേടിക്കുമ്പോഴത്തേക്കും ഒരുപാട് വില ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന വൈറ്റ് കളറിലുള്ള പോട്ടിനൊക്കെ ഇവിടെ വെറും 50 രൂപ മാത്രമേ വിലയുള്ളൂ. അപ്പോൾ ഒരുപാട് വെറൈറ്റീസും ഉണ്ട്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്ലാന്റാണോ സെലക്ട് ചെയ്യുന്നത് അതിന് അവർ വെച്ച് നോക്കി, നമുക്ക് പോട്ട് വെച്ച് നോക്കിയിട്ട് കൂടിയാണ് അവർ നമുക്കതിന് തരുന്നത്.